ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ പലർക്കും പല അനുഭവങ്ങളാണല്ലേ വരിക. ചിലവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തതാവാം, ചിലവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതാവാം, ചിലവർക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ചിരിപ്പിക്കുന്ന കുറേ മുഖങ്ങൾ ഓർമ്മ വരില്ലേ. അത് ഒരാളല്ല, ഒരുപാട് പേരുണ്ടെങ്കിലും. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂൾ ലൈഫിലൊന്നും എനിക്ക് അധികം ഒരു ഫ്രണ്ട്സ് ഉള്ള ഒരാളല്ല. എനിക്കൊരു ടൈം എടുക്കും ഒരാളായിട്ട് കമ്പനി ആയിട്ട് വരാനൊക്കെ. പക്ഷേ എൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ് ഞാൻ ഇന്റേൺഷിപ്പിന് കയറിയപ്പോഴാണ് അത് ഈ കാണുന്ന സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് കേട്ടോ. പറയാൻ വയ്യ, ഞാൻ ഏതോ ഒരു ലോകത്ത് ചെന്ന് പെട്ട ഒരു ഫീലായിരുന്നു എനിക്ക്. കാരണം അത്രയും ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴും ഇവരായിട്ട് നല്ല കമ്പനിയാണ്. എന്താ ഇന്ന് വിളിച്ച് നാളെ നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ പോവാലോ എന്ന് പറയുന്ന ടീമാണ് എന്താ ഈ നിൽക്കുന്ന എല്ലാവരും. ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പിലൊക്കെ കുറേ ചാറ്റ് കാണാറുണ്ട്. കാരണം എൻ്റെ വർക്കും കാര്യങ്ങളും എനിക്ക് എടുക്കാൻ പറ്റാറില്ല, എനിക്ക് ആരോടും അങ്ങനെ സംസാരിക്കാൻ പറ്റാറില്ല. പക്ഷേ കിട്ടുന്ന ടൈമൊക്കെ ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇതിൽ 2-3 പേർക്ക് യൂട്യൂബുള്ള കാര്യം അറിയാം, ബാക്കി ആർക്കും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം കളിയാക്കിക്കൊല്ലും. കളിയാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തമാശക്ക്. പക്ഷേ കുറേ പേർക്കൊക്കെ യൂട്യൂബിലുള്ള കാര്യം അറിയാം. നല്ല ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് കിട്ടാന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയല്ലേ. നമ്മുടെ സെയിം വൈബിനത്തെ ആൾക്കാരെ കിട്ടാനും വേണം ഒരു ഭാഗ്യം. ഇതിൽ കുറേ പേരൊന്നും നാട്ടിലില്ല കേട്ടോ. ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നമുക്ക് റീപ്ലേസ് കിട്ടുന്ന കാര്യമില്ല, ബാക്കിയുള്ളത് റിപ്പീറ്റ് കിട്ടും. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും റീപ്ലേസ് കിട്ടില്ല എന്ന് ഇവർ പോയേ പിന്നെയാണ് മനസ്സിലായത് കേട്ടോ.